ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അന്വേഷണ സംഘം ഇന്ന് ശബരിമല സന്നിധാനത്തെത്തും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് വീണ്ടും സ്വർണ്ണപ്പാളി പരിശോധിക്കാനാണ് SIT സംഘം സന്നിധാനത്ത് വരുന്നത്. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത്. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ശബരിമല സന്നിധാനത്തേക്ക് വീണ്ടും SIT എത്തുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം. നേരത്തെ നമുക്കറിയാം അവിടെ നിന്ന് ശേഖരിച്ചിട്ടുള്ള സാമ്പിളുകൾ, സ്വർണ്ണത്തിന്റെ സാമ്പിളുകൾ അത് പരിശോധനയ്ക്ക് 2 ലാബുകളിൽ അയച്ചിരുന്നു. വീണ്ടും ഇക്കാര്യത്തിൽ ശബരിമലയിൽ എത്ര സ്വർണ്ണം നഷ്ടമായെന്നുള്ള കാര്യം കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാൻ ഇന്ന് വൈകിട്ടോടുകൂടി SIT എത്തുന്നത്. ഇന്ന് വൈകിട്ടാണ് നട തുറക്കുന്നത്. അതിനുശേഷം SIT പരിശോധനകൾ നടത്തും. പ്രധാനമായും പ്രഭാമണ്ഡലത്തിലെയും കട്ടിളപ്പാളിയിലെയുമായിരിക്കും സാമ്പിളുകൾ ശേഖരിക്കുക. അത് വീണ്ടും ജംഷഡ്പൂരിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. ആ പരിശോധനാ റിപ്പോർട്ട് കൂടി സ്ഥിരീകരിച്ച എത്ര സ്വർണം കൃത്യമായി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടായിരിക്കും അവസാന റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടി SIT നടത്തിയിരുന്നു. അത് മുൻ ദേവസ്വം ഭാരവാഹികളായിട്ടുള്ള PS പ്രശാന്ത്, അജികുമാർ എന്നിവർക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നോട്ടീസ് അയക്കുകയായിരുന്നു. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നാളെയോ മറ്റന്നാളോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കും എന്നുള്ളത് SIT കേന്ദ്രങ്ങളിൽ നിന്ന് വിവരമായി ലഭിക്കുന്നുണ്ട്. 2025 ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് SITയുടെ ലക്ഷ്യം. ഇവർക്ക് പങ്കുണ്ടെങ്കിൽ തെളിവുകളടക്കം ലഭിക്കുകയാണെങ്കിൽ ഇവരെ കൂടി പ്രതി ചേർക്കാൻ SIT മുതിരും. അതല്ലെങ്കിൽ ഇവരെ ഒഴിവാക്കിയിട്ടായിരിക്കും അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.